ലേണേഴ്സ് ലൈസൻസ് ഇല്ലാതെ പൊതുനിരത്തിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുന്നതോ സ്വയം ഓടിക്കാൻ പഠിക്കുന്നതോ ശിക്ഷാർഹമാണ്. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടുകൂടി ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ ശിക്ഷണത്തിൽ ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കൂ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മുടെ ചാനലിലെ അടുത്ത പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കാർ ഡ്രൈവിംഗിൽ സ്ഥിരമായിട്ട് വാഹനം ഓടിച്ച് പരിചയമുള്ള ഡ്രൈവേഴ്സും അതുപോലെ തന്നെ ഡ്രൈവിംഗ് പഠിക്കുന്നവരും ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട 5 തെറ്റുകൾ, 5 വലിയ മിസ്റ്റേക്കുകളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരുന്നത്. കാർ ഡ്രൈവിംഗിൽ ഇങ്ങനെയൊന്നും ഒരു കാരണവശാലും ക്ലച്ച് ഡ്രൈവിംഗിൽ ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യും. ഇത്തരത്തിലുള്ള പുതിയ വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുക്കുക. ഞാൻ എല്ലാ ദിവസവും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഡ്രൈവിംഗിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഡ്രൈവിംഗിൽ ക്ലച്ച് ആയിക്കോട്ടെ, ബ്രേക്ക് ആയിക്കോട്ടെ, ആക്സിലറേറ്റർ ആയിക്കോട്ടെ, സ്റ്റിയറിംഗ് ആയിക്കോട്ടെ, ഗിയർ ആയിക്കോട്ടെ, ഏതാണെങ്കിലും നമ്മൾ ആവശ്യാനുസരണമാണ് ഇത് കൺട്രോൾ ചെയ്യേണ്ടത്. അതിൽ പ്രധാനമായിട്ടും ഈ ക്ലച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് വളരെയധികം സൂക്ഷിച്ചും ശ്രദ്ധിച്ചും നമ്മൾ ഡ്രൈവിംഗിൽ ക്ലച്ചിനെ ഉപയോഗിക്കേണ്ടതായിട്ട് ഉണ്ട്. ഡ്രൈവിംഗിൽ ആദ്യത്തെ ക്ലച്ചിന്റെ യൂസ് വരുന്നത് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ ബ്രേക്കിലേക്ക് വരുന്നു. രണ്ടാമതാണ് നമുക്ക് ക്ലച്ചിന്റെ ആദ്യത്തെ യൂസ് വരുന്നത്, അതായത് ഫുൾ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുന്നു. വണ്ടിയുടെ താക്കോൽ ഓൺ ചെയ്യുന്നു, ഇഗ്നീഷൻ ഓൺ ചെയ്യുന്നു. ഒരു 2 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുന്നു? വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ പുതിയ വാഹനങ്ങളെല്ലാം തന്നെ ഒട്ടുമിക്ക വണ്ടികളുടെ ഒരു പ്രത്യേകത, ക്ലച്ച് നിർബന്ധമായിട്ട് ചവിട്ടിയാലേ പുതിയ വാഹനങ്ങൾ സ്റ്റാർട്ട് ആകൂ. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് വന്ന ഒരു സംവിധാനമാണ്. ഇൻ കേസ് ഒരു ഗിയറിലാണെങ്കിൽ നമ്മൾ ക്ലച്ച് ചവിട്ടാതെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി മുന്നിലേക്ക് ജമ്പ് ചെയ്ത് ഓഫ് ആകാനായിട്ടുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനായിട്ടാണ് പുതിയ വണ്ടികളിൽ ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് വന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വണ്ടിയുടെ ഗിയർ ജസ്റ്റ് ന്യൂട്രൽ ആക്കിക്കൊണ്ട് ഇതുപോലെ ന്യൂട്രൽ പൊസിഷനിലേക്ക് ആക്കി കഴിഞ്ഞാൽ ബ്രേക്കിൽ മാത്രം കാല് വെച്ചുകൊണ്ട് വണ്ടി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് കുറച്ച് പഴയ വണ്ടികളൊക്കെ ആണെങ്കിൽ അങ്ങനെ പറ്റും. പക്ഷെങ്കിൽ പുതിയ വാഹനങ്ങളിലേക്ക് വരുമ്പോൾ ക്ലച്ച് നിർബന്ധമായിട്ട് ചവിട്ടിയാലേ, അതായത് കുറച്ച് വേരിയന്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള വണ്ടികളൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി ഞാനിത് ഫുൾ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുന്നു. ഫസ്റ്റ് ഗിയറിലേക്ക് ചേർത്തിടുകയാണ്. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് വാഹനം എടുക്കുകയാണ്. ഓക്കെ, ഇനി ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തൊരു മിസ്റ്റേക്ക് ഞാൻ പറയാം. അതായത് പ്രത്യേകിച്ച് വണ്ടി ഓടിച്ച് തുടങ്ങുന്ന തുടക്കക്കാര് ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്നിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ കാല് ബാലൻസ് ചെയ്ത് പിടിക്കും. ബാലൻസ് ചെയ്ത് പിടിച്ചോണ്ട് ആക്സിലറേഷൻ ചവിട്ടി കൊടുക്കും. ഇത് ഡ്രൈവിംഗ് പഠിക്കുന്നവർ മാത്രമല്ല, വാഹനം ഓടിക്കുന്ന ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. ആക്സിലറേഷൻ ഇങ്ങനെ ചവിട്ടി പിടിച്ചോണ്ട് ഈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് പതിയെ അയക്കും. അപ്പൊ ക്ലച്ച് ഇരപ്പിച്ചായിരിക്കും വാഹനം എടുക്കുന്നത്. അതായത് ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് അയക്കുന്നത് വളരെ സാവധാനത്തിലായിരിക്കും. ആക്സിലറേഷൻ കൊടുക്കുകയും ചെയ്യും. വണ്ടിക്ക് മൂവ് ആകാത്തത് കൊണ്ട് തന്നെ ക്ലച്ച് ഇരയ്ക്കും. ആക്സിലറേഷൻ കൊടുത്ത് എടുക്കുമ്പോൾ ആക്സിലറേഷന്റെ സൗണ്ട് അമിതമായിട്ട് വന്ന് വണ്ടി എടുക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അങ്ങനെ ചെയ്യരുത്. ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പതിയെ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് അയക്കുക. അപ്പോൾ വണ്ടി പതിയെ അനങ്ങി തുടങ്ങുമല്ലോ. അനങ്ങി തുടങ്ങുന്ന സമയത്ത് തന്നെ ലൈറ്റ് ഒരു ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തോണ്ട് ഈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് അയക്കുക. വണ്ടി മൂവ് ആയാൽ പൂർണ്ണമായിട്ട് ക്ലച്ചിൽ നിന്ന് കാല് റിലീസ് ചെയ്തിരിക്കണം. നമ്മുടെ കാലെടുത്ത് ഫ്ലോറിൽ വെക്കുക. വെറുതെ ക്ലച്ചിൽ കാല് വെച്ചുകൊണ്ട് ഒരു കാരണവശാലും വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് പാടില്ല. ഇപ്പം നിങ്ങൾ നോക്കിയ ഫസ്റ്റ് ഗിയറിൽ ഞാൻ ഇങ്ങനെ വാഹനം എടുത്തു. ഇനി നമുക്ക് ക്ലച്ചിന്റെ യൂസ് വരുന്ന സാഹചര്യങ്ങളിൽ മാത്രമേ ക്ലച്ചിൽ കാല് വെക്കാവുള്ളൂ. ഡ്രൈവിംഗ് പഠിക്കുന്നവരുടെയും അല്ലെങ്കിൽ ഓടിച്ച് ഒരുപാട് പരിചയമില്ലാത്തവരും ക്ലച്ചിൽ കാല് വെച്ച് വണ്ടി ഓടിക്കും. കാരണം ഇനി ഗിയർ മാറേണ്ട ഒരു സാഹചര്യം, അല്ലെങ്കിൽ പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി വണ്ടി നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വരുമോ എന്നുള്ള ഒരു ഫിയറിലാണ് പലരും ചെയ്യുന്നത്. അതൊരു കാരണവശാലും ചെയ്യാൻ പാടില്ല. ഇപ്പം ഇനി അടുത്തൊരു ഗിയർ കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചാൽ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് സ്പീഡ് ആക്കുക. ഈ സെയിം ടൈമിൽ ക്ലച്ചിൽ കാല് വെച്ചു, എന്നിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുമ്പോൾ ക്ലച്ച് ചവിട്ടുക, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക. ഫുൾ ക്ലച്ച് ചവിട്ടിക്കണം. ആക്സിലറേഷൻ നമ്മൾ അടുത്ത ഗിയർ ഇടുന്ന സാഹചര്യങ്ങളിൽ ഫുൾ ക്ലച്ച് നിർബന്ധമായിട്ട് നിങ്ങൾ ചവിട്ടുക. ആക്സിലറേഷൻ കുറയ്ക്കുക, ഫുൾ ക്ലച്ച് ചവിട്ടുക, സെക്കൻഡ് ഇടുക, എന്നിട്ട് ക്ലച്ചിൽ നിന്ന് കാല് റിലീസ് ചെയ്യുക. വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം? ഫ്ലോറിലേക്ക് തന്നെ കാലെടുത്ത് വെക്കുക. ഇനി നിങ്ങൾക്ക് ക്ലച്ചെ കാല് വെച്ച് ഓടിക്കണം എന്നുള്ളൊരു ദ്വര നിങ്ങൾക്ക് അങ്ങനെ ഡ്രൈവിംഗ് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറയാം. അതായത് നമ്മൾ അടുത്തൊരു ഗിയർ കൊടുക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് മാത്രം ക്ലച്ചെ കാല് വെക്കുക. അതിന് മുന്നേ ഉള്ള എല്ലാ സാഹചര്യങ്ങളിലും ക്ലച്ച് റിലീസ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഫ്ലോറിലേക്ക് വെക്കുക. ഇപ്പം ഞാനിവിടെ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരികയാണ്. ഒരു ജംഗ്ഷനിലേക്ക് എൻ്റെ വാഹനം എത്തുകയാണ്. അപ്പം എനിക്ക് ഈ ജംഗ്ഷനിൽ ഫസ്റ്റ് കൊടുക്കണം. അപ്പം ഞാൻ നേരത്തെ ക്ലച്ചിലേക്ക് കാലെടുത്ത് വെച്ചു. ഇത് തെറ്റില്ല. ഇപ്പോൾ ഡ്രൈവിംഗ് പഠിക്കുന്ന
ഓടിക്കുന്നവർക്ക് പെട്ടെന്ന് ഒന്ന് ക്ലച്ച് ഓട്ടണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് വന്ന് ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. എന്നിട്ട് വീണ്ടും ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വന്ന് പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് ഇതേ ഞാൻ ഈ ടേൺ എടുക്കുകയാണ്. നിങ്ങൾ നോക്കി, ഈ ടേൺ എടുക്കുന്നു. വീണ്ടും ഞാൻ എൻ്റെ കാല് ഇതുകൊണ്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് ഫ്ലോർ വെച്ച് ഇത് നിർബന്ധമായിട്ട് ഇങ്ങനെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി അടുത്തതായിട്ട് ക്ലച്ച് ഔട്ടുമ്പോൾ തുടക്കക്കാർ ചെയ്യുന്ന ഒരു അബദ്ധം ഞാൻ പറയാം. അടുത്തൊരു സെക്കൻഡ് ഗിയർ നമ്മൾ കയറ്റത്ത് കൊടുക്കുന്ന സാഹചര്യങ്ങളിൽ തുടക്കക്കാർക്ക് അടുത്ത ഗിയർ കൊടുത്ത് ക്ലച്ചെ നയിക്കുമ്പോൾ വണ്ടിക്കുള്ളിൽ ഒരു ജെർക്ക് വരും. ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത്, അതായത് ഇപ്പോൾ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് കൊടുക്കുകയാണ്, സെക്കൻഡ് കൊടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് എടുക്കും, വണ്ടി ഇതുകൊണ്ട് ഇതുപോലെ ചാടുന്ന ഒരു പ്രശ്നം തുടക്കക്കാർക്ക് വരും. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, ഇത് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത് ഞാൻ പറയാം. അതായത് ഇപ്പോൾ ഞാൻ വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം ഇതുകൊണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുത്തു. എന്നിട്ട് നമ്മൾ കയറ്റത്ത് സെക്കൻഡ് കൊടുക്കുമ്പോൾ എന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് ജെർക്ക് വരാതിരിക്കാനായിട്ടുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത് ആക്സിലറേഷൻ കൊടുത്ത വണ്ടിക്ക് അത്യാവശ്യം ഒരു 20 കിലോമീറ്റർ സ്പീഡാക്കുക. ആക്സിലറേഷൻ കുറയ്ക്കുന്ന സമയത്ത് ക്ലച്ച് ഔട്ടുക, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുക. ജെർക്ക് വരത്തില്ല, എന്നാൽ ചെറിയൊരു ജെർക്കിങ് വരുമായിരിക്കാം. എന്നാൽ പോലും നിങ്ങൾ ആദ്യം അയച്ച തരത്തിലുള്ള വലിയൊരു ചാട്ടം വാഹനത്തിൻ്റെ ഉള്ളിൽ വരത്തില്ല. നിങ്ങൾക്ക് സെക്കൻഡ് ഗിയർ കൊടുത്തിട്ട് കാല് റിലീസ് ചെയ്യാനായിട്ട് കഴിയും. നിങ്ങൾ എപ്പോഴൊക്കെ ഗിയർ ഇട്ടിട്ട് ക്ലച്ചിൽ നിന്ന് കാലെടുക്കുമ്പോൾ വണ്ടിക്കുള്ളിൽ ചാട്ടം വരുന്നുണ്ടെങ്കിൽ ആ ചാട്ടം ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യണം, അതിനുള്ള ഏക ടെക്നിക്ക് എന്ന് പറയുന്നത് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് സ്പീഡാക്കുന്നു, ആക്സിലറേഷൻ അയക്കുക, ക്ലച്ച് ചവിട്ടുക, തേടിടുക, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുക. അപ്പോൾ ചാട്ടം വരത്തില്ല. ആ ചാട്ടം വരാത്തതിൻ്റെ റീസൺ എന്താണ്, നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ വാഹനത്തിന് ഒരു മൂവിങ് ഉണ്ടല്ലോ, നല്ല ആക്സിലറേഷൻ കൊടുക്കുന്നുണ്ട്. ആ മൂവിങ്ങിൽ നമ്മൾ ആക്സിലറേഷൻ അയക്കുന്ന സമയത്ത് ആ മൂവിങ് നിൽക്കും, ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് നമുക്ക് ആ മൂവിങ് കിട്ടും. അപ്പോൾ നമ്മൾ ആക്സിലറേഷൻ അയച്ചിട്ട് ക്ലച്ച് ഔട്ടുമ്പോൾ ആ മൂവിങ് കിട്ടുമ്പോൾ നമുക്ക് ഗിയർ ഇടാനായിട്ടുള്ള ഒരു സമയം കിട്ടും. എന്നിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്ന സമയത്ത് ജെർക്ക് വരത്തില്ല. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയും, ഇപ്പോൾ തേടി വരുവാണ്, നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് സ്പീഡാക്കി, എന്നിട്ട് ആക്സിലറേഷൻ ഞാനിവിടെ അയച്ചു, ജസ്റ്റ് ബ്രേക്ക് എന്ന് ബാലൻസ് ചെയ്ത് പിടിക്കുകയാണ്, ഇറക്കമാണ്. എന്നിട്ട് ഫോർത്ത് കൊടുത്തു, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തു, അപ്പോഴും വണ്ടി റണ്ണിങ് ആണ്, വീണ്ടും ഞാൻ ആക്സിലറേഷൻ കൊടുത്തു. അപ്പം നമുക്ക് ഈസി ആയിട്ട് തന്നെ ജെർക്കില്ലാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അതുപോലെ തന്നെ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തും ക്ലച്ച് കാലെടുക്കുമ്പോൾ പലർക്കും ജെർക്ക് വരും. ഇപ്പോൾ ഫോർത്ത് വരികയാണ്, ഇവിടെ ഒരു കയറ്റമാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നേരത്തെ ക്ലച്ച് ഔട്ട് തേടിയിട്ടിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് ആക്സിലറേഷൻ കൊടുത്താൽ അടുത്ത ഗിയറിലേക്ക് ഇടുമ്പോൾ ജെർക്കും വരത്തില്ല, അടുത്ത ഗിയർ കയറി പോകും. ഇപ്പോൾ ഇവിടെ തേടിൽ ഇങ്ങനെ കയറി വരികയാണ്, വണ്ടി കയറി വരത്തില്ലെന്ന് നേരത്തെ മനസ്സിലാക്കി അഡ്വാൻസ് ക്ലച്ച് ചവിട്ടി സെക്കൻഡ് കൊടുത്തു, ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് കാലെടുത്തു കൊണ്ട് അപ്പോൾ ജെർക്ക് വരത്തില്ല. അല്ലെങ്കിൽ ക്ലച്ച് അയക്കുമ്പോൾ ഓഫായി പോകാൻ സാധ്യതയുണ്ട് കയറ്റത്തുള്ള ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ. ഇപ്പം നിങ്ങൾ നോക്കിയാൽ സെക്കൻഡ് ഗിയറിൽ വന്നപ്പോൾ അത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി അതുപോലെ ഡ്രൈവിങ്ങിൽ നിങ്ങൾ ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ പ്രധാനമായിട്ട് കയറ്റത്ത് നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ സംഭവിക്കുന്ന ഒരു വലിയ അബദ്ധം നിങ്ങളെ കാണിച്ചു തരാം. ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു ഇന്നത്തെ വീഡിയോ നിർത്താം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ക്ലച്ചുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട മിസ്റ്റേക്കാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. ഓക്കെ, ഇപ്പോൾ എൻ്റെ വാഹനം ഇതുകൊണ്ട് ഈ കയറ്റത്ത്, ചെറിയൊരു കയറ്റത്ത് ഞാൻ വണ്ടി കൊണ്ടുപോയി നിർത്തി. ഓക്കെ, അതായത് ഇത് വാഹനം സ്ഥിരമായിട്ട് ഓടിക്കുന്ന പലരും തന്നെ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, ഡ്രൈവിംഗ് പഠിക്കുന്നവരും ചെയ്യാറുണ്ട്. ഓക്കെ, അതായത് ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം ഇപ്പോൾ എൻ്റെ വാഹനം കയറ്റത്ത് കിടക്കുകയാണ്. അതായത് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ചിലർ ചെയ്യുന്നതാണ് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് ഇങ്ങനെ കാല് റിലീസ് ചെയ്ത് വന്നിട്ട് ഇപ്പോൾ ഹാഫ് ക്ലച്ച് പോയിന്റ് ബാലൻസ് ചെയ്ത് ഞാൻ പിടിക്കുകയാണ്. എന്നിട്ട് ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്ത് ക്ലച്ച് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തെ കയറ്റത്ത് ബ്രേക്ക് ഇല്ലാതെ വണ്ടി ബാക്കിലേക്ക് റോൾ ആകാതെ നമുക്ക് വണ്ടിയെ നിർത്താൻ കഴിയും. ഇതിൻ്റെ ടെക്നിക്ക് എന്ന് പറയുന്നത് ക്ലച്ച് റിലീസ് ചെയ്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ്, ആ നൂൽ പോയിന്റ് ഞാൻ ബാലൻസ് ചെയ്ത് പിടിക്കുന്നു. വണ്ടി മുന്നോട്ട് മൂവ് ആകാനായിട്ടുള്ള ഒരു ഇത്തിരി ആക്സിലറേഷൻ കൂടെ കൊടുക്കുമ്പോൾ വണ്ടി മുന്നിലേക്ക് ഒരുപാട് മൂവ് ആകാതെയും പുറകോട്ട് ഉരുണ്ടു പോകാതെയും നമ്മൾ ക്ലച്ചിലും ആക്സിലറേഷനും ബ്രേക്കിൻ്റെ സഹായമില്ലാതെ വാഹനത്തെ നിർത്തുന്ന ഒരു ടെക്നിക്കാണ്. ഓക്കെ, ഇത് ഡ്രൈവിംഗിൽ നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട ഒന്നാണ്. എന്നാൽ ഇത് ഒരുപാട് നേരം നമ്മൾ ഇങ്ങനെ ക്ലച്ച് താങ്ങി ആക്സിലറേഷൻ കൊടുത്തൊരു വാഹനത്തെ കയറ്റത്ത് നമ്മൾ ഇതുപോലെ വെറുതെ നിർത്താനായിട്ട് പാടില്ല. അത് നമ്മുടെ ക്ലച്ചിന് തേയ്മാനം വരുത്തും, ക്ലച്ചിന് വളരെ കംപ്ലൈൻറ്റ് ഉണ്ടാകും. ഒപ്പം തന്നെ ഇങ്ങനെ ഒരുപാട് നേരം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് ഫ്യൂവൽ വെറുതെ കത്തിത്തീരും. പ്രത്യേകിച്ച് നല്ല കയറ്റങ്ങളിലൊക്കെ കൊണ്ടുപോയി ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്തിട്ട് ആക്സിലറേഷൻ കൺട്രോൾ ചെയ്ത് ക്ലച്ചിലും ആക്സിലറേഷനുമായിട്ട് ലോങ് ടൈം ഒരു കാരണവശാലും ഇങ്ങനെ വെറുതെ നിർത്തരുത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, വെറുതെ നമുക്ക് വാഹനം മുന്നിൽ ഒരു ട്രാഫിക്കോ സിറ്റുവേഷനോ ചെറിയ കയറ്റത്തുണ്ടായി വണ്ടി നിർത്താൻ തീരുമാനിച്ചാൽ ക്ലച്ച് ചവിട്ടിക്കൊള്ളുക, ബ്രേക്ക് ബാലൻസ് ചെയ്ത് ഇങ്ങനെ നിർത്തുക. അല്ലെങ്കിൽ വണ്ടിയുടെ ഗിയർ ന്യൂട്രാക്കിക്കൊള്ളുക, ബ്രേക്ക് ബാലൻസ് ചെയ്ത് നിർത്തുക. ഒപ്പം തന്നെ ഹാൻഡ് ബ്രേക്കും കൂടെ വലിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനത്തെ സേഫായിട്ട് ഇതുപോലെ നിർത്താനായിട്ട് കഴിയും. എന്നിട്ട് മുന്നിൽ വാഹനം എടുക്കുന്നു എന്ന് തോന്നിയാൽ ഫസ്റ്റ് ഗിയർ കൊടുക്കുക, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക, ഹാഫ് ക്ലച്ച് പോയിന്റ് ബാലൻസ് ചെയ്യുക. എന്നിട്ട് ഇതുകൊണ്ട് ആക്സിലറേഷൻ കൊടുത്ത് ക്ലച്ചിലും ആക്സിലറേഷനിലും ഒരു 2 സെക്കൻഡ് നിർത്തിയിട്ട് ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് അയച്ച് നമുക്ക്
ഇതുപോലെ നമുക്ക് വണ്ടിയെ നീക്കാനായിട്ട് കഴിയും. അനാവശ്യമായിട്ട് നമ്മൾ ഒരു കാരണവശാലും കയറ്റങ്ങളിൽ ഹാഫ് ക്ലച്ചും ആക്സിലറേഷനും മാത്രമായിട്ട് ബാലൻസ് ചെയ്തുകൊണ്ട് ലോങ് ടൈമുകളിൽ വണ്ടി പാർക്ക് ചെയ്യാൻ വണ്ടി നിർത്താനോ നിങ്ങൾ പാടില്ല. അതായത് ക്ലച്ചിലോ ആക്സിലറേഷനോ ആയിട്ട് നിർത്താൻ പാടില്ല. അത് നിങ്ങളുടെ വാഹനത്തിന് ക്ലച്ചിന് തേയ്മാനം വരുത്തും. ഒപ്പം തന്നെ കൂടുതൽ ആക്സിലറേഷൻ കൊടുത്തങ്ങനെ വണ്ടി നിർത്തുന്നതുകൊണ്ട് ഫ്യൂവൽ കത്തിത്തീരുന്ന ഒരു സാഹചര്യവും ഡ്രൈവിങ്ങിൽ ഉണ്ടാകും. അപ്പോൾ ക്ലച്ചുമായി ബന്ധപ്പെട്ട് ഡ്രൈവ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യും. ഇത്തരത്തിലുള്ള പുതിയ വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുക്കുക. ഞാൻ എല്ലാ ദിവസവും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം.